ഒന്നുമില്ലായ്മയിൽ ജനിച്ച ഒരു മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി. പലപ്പോഴും ഭക്ഷണത്തിനു വേണ്ടി മോഷണം പോലും ചെയ്തു. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ എത്തി നിൽക്കുന്നത് ഉയരങ്ങളിലാണ്, കായിക ലോകത്തിൻ്റെ, ഫുട്ബോൾ ലോകത്തിൻ്റെ ഉയരങ്ങളിൽ. സ്ലറ്റാൻ ഇബ്രാഹിമോവിച്ച്. എന്താണ് ഈ മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഓൾവേസ് ആസ്ക് വൈ. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു കോച്ചിങ്ങിന് ചെല്ലുന്നു. കോച്ച് പറയുകയാണ് എല്ലാവരും ചാടണം, എക്സസൈസ് ചെയ്യണം, ഒരു ജമ്പിങ് എക്സസൈസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ചെയ്തു തുടങ്ങും. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നില്ല. ഞാൻ തിരിച്ചു ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ചാടിക്കുന്നത്? ഐ ആസ്ക് വൈ. ഇത് മറ്റൊന്നിനുമല്ല, പലപ്പോഴും നമ്മൾ സൊസൈറ്റിയും മറ്റുള്ളവരും പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, പലതും ജീവിതത്തിൽ ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷേ നമ്മൾ അറിയണം, നമ്മുടെ കൈകളിലാണ് കൺട്രോൾ ഇരിക്കേണ്ടത്, നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിന് എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ ജീവിതം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവുകളിലൊന്ന്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ, എല്ലാവരും ചെയ്യുന്നത് ചെയ്യുമ്പോഴുമാണ് നമ്മുടെ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നത്. ബട്ട് ടു ബി ദ റിയൽ യു, യു ഹാവ് ടു ടേക്ക് സ്ട്രോങ് ഡിസിഷൻസ്. ആ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നോർമലായിട്ടുള്ളതിനെ ചോദ്യം ചെയ്യാനും മറ്റൊരു വഴിയിലൂടെ നടക്കാനും നമുക്കൊരു ധൈര്യം വേണം. രണ്ടാമത്തെ കാര്യമാണ് ഹാവ് ദ ഹങ്കർ ടു ഇംപ്രൂവ്. പലപ്പോഴും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പറ്റുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുക, എവിടെ എത്തിയോ അവിടെ ഇങ്ങ് നിർത്തുക, ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യം മറന്നു പോകുന്നു. പക്ഷേ ഞാൻ ഓരോ കളി ജയിച്ചു കഴിയുമ്പോഴും ആ സാറ്റിസ്ഫാക്ഷൻ അവിടെ തീരുകയാണ്. എനിക്ക് അടുത്ത മാച്ച് ജയിക്കണം എന്നൊരു വാശി കയറും, അടുത്ത കളിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു വാശി കയറും. മറ്റു കളിക്കാരേക്കാൾ 10 മടങ്ങെങ്കിലും ഞാനൊരു ബെറ്റർ പ്ലെയർ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിൽ എന്നോട് തന്നെ പറയുന്നത്. ഈ ഒരു ഹങ്കർ, മികച്ചതാകാനുള്ള ഈ ഒരു വിശപ്പാണ് എന്നെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നെവർ ഫോർഗെറ്റ് യുവർ പാസ്റ്റ്. നമ്മളെ മനുഷ്യനാക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്, നമ്മുടെ ഓർമ്മകളാണ്, നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളാണ്. പലപ്പോഴും മനുഷ്യത്തിൽ നിന്ന് പലരും മാറിപ്പോകുന്നത് അവർ വന്ന വഴികൾ മറന്നു പോകുമ്പോഴാണ്, അവരുടെ ചരിത്രം തന്നെ മറന്നു പോകുമ്പോഴാണ്. സ്ലറ്റാൻ പറയുന്നുണ്ട്, താൻ കടന്നു വന്നത് ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ്, ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ വേദന എനിക്കറിയാം. ഐ ഓൾവേസ് ട്രൈ ടു പുട്ട് അതേഴ്സ് ഫസ്റ്റ്. എനിക്ക് ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നത് ഇഷ്ടമാണ്, അവർ സമാധാനത്തിലിരിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കടന്നു വന്ന വഴികളെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മയാണ് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിൽ എന്നെ പിടിച്ചു നിർത്തുന്നത്. നമ്മളെല്ലാം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിൽ വളരെ ഫാസ്റ്റാണ്, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ നമ്മൾ മിടുക്കന്മാരാണ്. ബട്ട് നെവർ ജഡ്ജ് എ പേഴ്സൺ വിത്തൗട്ട് നോയിങ് ദം. നാലാമത്തെ കാര്യമാണ്, യു ക്യാൻ മേക്ക് ദ ചേഞ്ച്. സ്ലറ്റാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആർ നെവർ ബോൺ ആസ് ദ വൺ യു ആർ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നോക്കുക. നിങ്ങൾ ജനിച്ചത് ഇങ്ങനെയല്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്നു, നിങ്ങൾ പഠിച്ചെടുത്തിരിക്കുന്നു, നിങ്ങൾ ചെയ്ത് ശീലിച്ചിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. മൈൻഡ് സെറ്റ് നിങ്ങൾ പഠിച്ചെടുക്കുന്നതാണ്, നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ പണിതുയർത്തുന്നതാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുക്കുന്നതാണ്. എല്ലാം വെറുതെ ഒഴുകി നടന്ന് സംഭവിക്കുന്നതല്ല. ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചത്, ദ ഓൾഡർ ഐ ഗെറ്റ് ദ ബെറ്റർ ഐ ഗെറ്റ്. സോ നെവർ തിങ്ക് നിങ്ങൾ എവിടെ ജനിച്ചു, നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, അതാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന്. പക്ഷേ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നിങ്ങൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു, അതാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഐ ഡോണ്ട് നീഡ് എ ട്രോഫി ടു ടെൽ മീ ഐ ആം ദ ബെസ്റ്റ്. കാരണം എന്നെ ബെസ്റ്റ് ആക്കുന്നത് എനിക്ക് കിട്ടുന്ന ട്രോഫികളോ അംഗീകാരങ്ങളോ മറ്റുള്ളവരുടെ വാക്കുകളോ അല്ല, മറിച്ച് ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്, ഞാൻ എനിക്ക് തന്നെ നൽകുന്ന അംഗീകാരമാണ്. പലരും എന്നെക്കുറിച്ച് പറയാറുണ്ട്, ഞാൻ വളരെ ഡിഫറൻ്റാണ്, ഞാനൊരു അഹങ്കാരിയാണ്, ഞാനൊരു ടീമിൽ ഫിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇത്രയുമുള്ള വ്യത്യാസം, എൻ്റെ ക്യാരക്ടർ ഡിഫറൻ്റാണ്, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. എവ്രി വൺ ഈസ് യുണീക്ക്, എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആർക്കും ഈ ലോകത്തിൽ ഇടമുണ്ട്, ലോകത്തിൽ വിജയിക്കാൻ കഴിയും. അതിൻ്റെ ജീവിക്കുന്ന ഒരു പ്രൂഫാണ്, അതിൻ്റെ ജീവിക്കുന്ന ഒരു എക്സാമ്പിളാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ ബോണസ് പോയിന്റ് ഫോർ യു, നെവർ റിഗ്രറ്റ് ഇൻ ലൈഫ്. അങ്ങനെയാണ് സ്ലാറ്റാൻ എപ്പോഴും ജീവിതത്തെ കണ്ടത്. ശരിയാണ്, ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാ മിസ്റ്റേക്സിൽ നിന്നും അദ്ദേഹം പഠിച്ചു. അദ്ദേഹം എപ്പോഴും പറയും, നോ വൺ ഈസ് പെർഫെക്റ്റ്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. നമുക്ക് ജീവിതത്തിൽ ഒന്നും മാറ്റാൻ പറ്റില്ല, കഴിഞ്ഞു പോയതിനെ മാറ്റാൻ പറ്റില്ല. നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ലൈഫ് ഈസ് വെരി മച്ച് അൺപ്രഡിക്റ്റബിൾ. ആ ജീവിതത്തെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് റിഗ്രറ്റ് ഇല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് സ്റ്റാർ ആയിരിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ നാളെ 0 ആയിരിക്കാം. ഇന്ന് 0 ആയിരിക്കുന്ന മനുഷ്യൻ നാളെ സ്റ്റാറായി മാറിയേക്കാം.
ജീവിതം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ജസ്റ്റ് ബി റെഡി ടു ഫേസ് ദ ലൈഫ് വിത്തൗട്ട് എനി റിഗ്രറ്റ്സ്. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു ഹങ്കറോടുകൂടി നമ്മുടെ കൈകളിലേക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. റിഗ്രറ്റുകളില്ലാതെ ലൈഫിനെ ഫേസ് ചെയ്യുക. ദാറ്റ് ഈസ് സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച്.